നമസ്തേ, സ്വാഗതം ബി2 ഓർഗാനിക്സിൻ്റെ 140ാമത് എപ്പിസോഡിലേക്ക്. ഇന്ന് ഔഷധ ഗുണങ്ങളല്ല, എന്നാൽ ഗുണങ്ങളുള്ള വളരെ നമുക്കിങ്ങനെ കൗതുകം തോന്നുന്ന തരത്തിലുള്ള ഒരു ചെടിയാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഉപകാരമില്ലാത്തതായിട്ട് നമ്മുടെ ഭൂമിയിൽ ഒരു ചെടികളും ഇല്ല എന്നിരിക്കെ, അപ്പോൾ ഈ ചെടിയുടെ ഉപകാരം എന്താണെന്നുണ്ട് വഴിയെ പറയാം. ഇതാണ് ബേർഡ് നെസ്റ്റ് ഫേൺ. ഫേണിൻ്റെ പന്നൽ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. വളരെ വലിയ ചെടിയാണ് കേട്ടോ. നോക്കി നോക്കൂ, അതിൻ്റെ ഉള്ളിലൊരു ബേർഡിൻ്റെ നെസ്റ്റ് പോലെ, അതായത് ഒരു പക്ഷിക്കൂടിൻ്റെ ആകൃതിയിലാണ് ഈ ഒരു പ്ലാന്റ്. ഇത് അലങ്കാര സസ്യമായിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് ഇതിനെ അലങ്കാര സസ്യമാക്കി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇത് നല്ലൊരു എയർ റിഫ്രഷ്നറാണ്, അല്ലെങ്കിൽ എയർ പ്യൂരിഫയറാണ്. നമ്മുടെ നാല് പുറത്തുള്ള വായുവിലെ നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള കണ്ടൻസ് മുഴുവനും ഇത് വലിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നോക്കുമ്പോൾ ഒരു ചെറിയ സസ്യമല്ല കേട്ടോ, വളരെ വലിയൊരു സസ്യമാണ്. നോക്കൂ, അതിൻ്റെ ഓരോ ഇലകളുടെയും പ്രത്യേകത നമുക്ക് നേരെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഏകദേശം ഒരു 4-5 വർഷത്തിൻ്റെ മുകളിൽ വളർച്ചയെത്തിയ ഒരു വലിയ പന്നൽ ചെടിയാണ്. ഇത്തരത്തിലുള്ളൊരു സസ്യത്തിന് അത്യാവശ്യം നഴ്സറികളിലൊക്കെ നമുക്ക് നല്ല വില കൊടുക്കേണ്ടി വരും. പക്ഷേ അത്തരത്തിലുള്ള ഒരു സസ്യം നമ്മുടെ വീടിൻ്റെ ഏകദേശം ഒരു തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോ ഒക്കെ ആകെ വെക്കുകയാണെങ്കിൽ അതിന് സൂര്യപ്രകാശം ധാരാളം കിട്ടാനും സാധ്യതയുണ്ട്. തെക്ക് ഭാഗത്ത് നമ്മൾ പുളി വെക്കുന്നത് അൾട്രാ വയലറ്റ് രശ്മികളെ തടുക്കാനാണെന്നുള്ള പോലെ, ആ ഭാഗത്ത് നിന്നും വടക്ക് ഭാഗത്തു നിന്നൊക്കെ ഉള്ള നമ്മുടെ എയർ പ്യൂരിഫിക്കേഷനും കൂടി ക്ലിയർ ആക്കാനായിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഈ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. പന്നൽ വർഗ്ഗത്തിൽപ്പെട്ട ഒരു വലിയ സസ്യമാണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ ആട്ടിൻകാൽ കിഴങ്ങ് പറഞ്ഞിട്ടൊരു സസ്യത്തിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു, വളരെയധികം ഔഷധ ഗുണമുള്ളത്. അതിൻ്റെ ഫാമിലിയിൽ പെട്ടതാണ് ഇതും. അപ്പോൾ പന്നൽ വർഗ്ഗത്തിൽ പെട്ടതുമായിട്ടുള്ള ഒരുപാട് ചെടികൾ നമ്മൾ ധാരാളം വളർത്തുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് ഇത് കേട്ടോ. ഇത്തരം വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും ധാരാളം നിങ്ങളിലേക്ക് എത്താം. അതിനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ധാരാളമായിട്ട് ആവശ്യമുണ്ട്. എല്ലാവരും പ്ലീസ് ഡു വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ബി2 ഓർഗാനിക്സ്. ഓക്കെ, നമ്മൾ പാരമ്പര്യ വൈദ്യന്മാരുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണ്. അതായത് കൂടുതലായിട്ട് ഔഷധ സസ്യങ്ങളായിരിക്കും കേട്ടോ. വല്ലപ്പോഴും മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള അലങ്കാര സസ്യങ്ങളെയും ഉപകാരയോഗ്യമായിട്ടുള്ള മറ്റ് സസ്യങ്ങളെയും നമ്മൾ പരിചയപ്പെടുത്തുക. നമ്മുടെ നാല് പുറത്ത് തന്നെ ധാരാളം വംശനാശം സംഭവിക്കാൻ സാധ്യത ഉള്ളതും എന്നാൽ അതിൻ്റെ ഉപകാരം നമുക്കൊട്ട് അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് സസ്യങ്ങളുണ്ട്. അത്തരം സസ്യങ്ങളെ പരിചയപ്പെടുത്തി തരികയും ഈ കെമിക്കൽ വേൾഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ, അതായത് എന്തെങ്കിലും ഒരു ഹോം റെമഡി കൊണ്ട് മാറ്റാവുന്ന കാര്യമാണെന്ന് വെച്ചാൽ അത്തരം ഹോം റെമഡി കൊണ്ട് മാറ്റാവുന്ന സസ്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നുള്ള ചെറിയ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. പരമാവധി സസ്യങ്ങളെ, നമുക്കറിയുന്ന പരമാവധി സസ്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും. പ്ലീസ് സപ്പോർട്ട് അസ്.